ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സീരിയസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് ആണ് നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഒരു കാര്യമാണ്, CDS എക്സാമിന്റെയും CSE എക്സാമിന്റെയും ഒക്കെ കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. സോ നോട്ട്സ് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഏതൊരു ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ നോട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എൻ്റെ അടുത്ത് പറയുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക്കാണ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? പാർട്സ് ഓഫ് സ്പീച്ച് ക്യാൻ ബി ഡിഫൈൻഡ് as a word that perform different roles in a sentence. ഒരു സെന്റൻസിൽ ഡിഫറെന്റ് റോൾസ് പെർഫോം ചെയ്യുന്ന വാക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിനേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇനി എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്? 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. ഏതൊക്കെയാണ്? നൗൺ, അതായത് നാമം. പ്രോനൗൺ, അതിനെന്തെന്നാണ് പറയുന്നത്? സർവനാമം. പിന്നെന്താണ്? വെർബ് എന്താണ്? ക്രിയ. അഡ്വേർബ് എന്താണ്? ക്രിയയെ വിശേഷിപ്പിക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അഡ്വേർബ് എന്ന് പറയുന്നത്. എന്താണ് അഡ്ജക്റ്റീവ്? നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് എന്ത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെയാണ് പ്രപ്പോസിഷൻസ്, അതെന്താണ്? ഉപസർഗം എന്ന് മലയാളത്തിൽ പറയും. പിന്നെയുള്ളതാണ് കൺജങ്ഷൻസ്, അതായത് വാക്കുകളെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ പെട്ടെന്ന് നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വാവ് അങ്ങനെയുള്ള വാക്കുകളാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്? ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺസ്, വെർബ്, അഡ്വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്. ഓക്കെ, അപ്പൊ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. നൗൺ, പ്രൊനൗൺസ്, വെർബ്, അഡ്വേർബ്, അഡ്ജക്റ്റീവ്സ്, പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ആൻഡ് ഇന്റർജങ്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നൗൺ, എന്താണ് നൗൺ? ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സ്ഥലത്തിനെയോ അല്ലെങ്കിൽ എന്താണ്, ഒരു വികാരത്തിനെയോ അവസ്ഥയെയോ എല്ലാം നമ്മൾ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ നാമം അല്ലെങ്കിൽ നെയിമിനെയാണ് ഇതെന്ന് പറയുന്നത് നൗൺ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. എക്സാമ്പിൾ, ഇപ്പൊ അനന്തു, ഗീത, മാൻ, വുമൻ, ടോണി, പേഴ്സൺ, ഗേൾ, ഇതൊക്കെ എന്താണ്? നൗൺസ് ആണ്. പീപ്പിൾ, അതിൽ വരുന്ന നൗൺ ആണിത്. അനന്തു, ഗീത, മാൻ, വുമൻ. പിന്നെന്താണ്? ഒരു സ്ഥലം, ഇന്ത്യ, ഇത് ഈ വ്യക്തികളെ സൂചിപ്പിക്കുന്നതാണ്. അനന്തു, ഗീത, മാൻ, വുമൻ, ടോണി, പേഴ്സൺ, ഗേൾ, ബോയ് എന്നൊക്കെ പറയുന്ന ഏതാണ്? വ്യക്തികളെ സൂചിപ്പിക്കുന്ന നൗൺസ് ആണ്. ഇനി ഒരു സ്ഥലം, ഒരു പ്ലേസസിനെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഏത്? ബാംഗ്ലൂർ, ഇന്ത്യ, മെക്സിക്കോ, നോർത്ത് പോൾ, സൗത്ത് ആഫ്രിക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാസ്കറ്റ്ബോൾ കോർട്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ പ്ലേസിനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന നൗൺസ് ആണ്. ഇനി ലയൺ, ഈഗിൾ, പാരറ്റ് എന്നൊക്കെ എന്താണ്? ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ബേർഡിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺസ് ആണ്. പിന്നെ എവല്യൂഷൻ, ആർഗ്യുമെന്റ്, ഇന്നോവേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഐഡിയാസിനെ സൂചിപ്പിക്കാനായിട്ട്, ഇൻവെൻഷൻ, എവല്യൂഷൻ, ഇൻവെൻഷൻ, ആർഗ്യുമെന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഐഡിയാസിനെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നൗൺസ് ആണ്. പിന്നെ ബാഗ്, സൈക്കിൾ, പേപ്പർ എന്നൊക്കെ പറയുന്നതാണ് ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ തിങ്ങിനെ യൂസ് ചെയ്യാനായിട്ട്, അത് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺസ് ആണ്. ഓക്കെ, അപ്പൊ നൗൺ എന്താണ്? ഒരു വ്യക്തി, സ്ഥലം, വസ്തു, അതിന്റെയൊക്കെ പേരിനെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അതാണ് എന്ത്? നൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നെയിംസ് ആണ് എന്ത്? നൗൺസ് എന്ന് പറയുന്നത്. എന്റെ എക്സാമ്പിൾസ് ആണെങ്കിൽ മാൻ, വുമൻ, അനന്തു, ഗീത, പിന്നെന്താണ്? ഇന്ത്യ, മെക്സിക്കോ, ലയൺ, ഈഗിൾ, എവല്യൂഷൻ, ഇൻവെൻഷൻ, ആർഗ്യുമെന്റ്, പിന്നെന്താണ്? ബാഗ്, സൈക്കിൾ, ഇതൊക്കെ എന്താണ്? നൗൺസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ടൈപ്സ് ഓഫ് നൗൺസ്. നൗൺസ് ഒരു 10 ടൈപ്പിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, സിംഗുലർ നൗൺ, പ്ലൂറൽ നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, കളക്റ്റീവ് നൗൺ, കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കോമ്പൗണ്ട് നൗൺ. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. സോ നമുക്കത് പഠിക്കാം. എന്താണ് പ്രോപ്പർ നൗൺ? ഒരു വ്യക്തിയെയോ സ്ഥലത്തിനെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പേരിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മൈ നെയിം ഈസ് അനു, എന്റെ പേര് അനു എന്നാണ്. ഇവിടെ എന്താണ് നൗൺ വരുന്നത്? അനു ആണ് പ്രോപ്പർ നൗൺ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? അനു എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ നെയിം ആണ്. നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയെയോ സ്ഥലത്തിനെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പേരിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ ഡോഗ് അർജുൻ,
ഈ അർജുൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് പെറ്റ്, അതായത് എന്റെ പെറ്റ് ഏതാണ്? പെറ്റ് ഡോഗ്. അത് പെറ്റ് ഡോഗിന്റെ പേരാണിത് അർജുൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് പെറ്റ് ആനിമലിന്റെ പേര് പറയുന്നതുകൊണ്ട് അത് എന്താണ്? അതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ ആയിട്ട് വരുന്നത്. ഡേവിഡ് കെയിം ബാക്ക് ഫ്രം ചർച്ച്. ഈ ചർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് പ്ലേസിന്റെ നെയിം ആണ്. സോ അവിടെ അതുകൊണ്ട് എന്താണ്? ചർച്ച് ഒരു പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അടുത്തതാണ് കോമൺ നൗൺ. എന്താണ് കോമൺ നൗൺ? പൊതുവായിട്ടുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലേസ്, ഇതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? കോമൺ നൗൺ എന്ന് പറയുന്നത്. ഐ ബോട്ട് എ പെൻസിൽ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു പെൻസിൽ വാങ്ങി. പെൻസിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ ഒബ്ജക്റ്റ് ആണ്. പിന്നെ ഐ ആം ഗോയിങ് ടു കോളേജ്. കോളേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ പ്ലേസ് ആണ്. ഇതൊക്കെയാണ് എന്ത്? ഈ പെൻസിൽ, കോളേജ്, എംപ്ലോയീസ് എന്നൊക്കെ പറയുന്നതാണ് എന്ത്? കോമൺ നൗൺ എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു പൊതുവായിട്ടുള്ള ഒരു ഐറ്റം, ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്ലേസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോമൺ നൗൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് സിംഗുലർ നൗൺ. അതായത് ഒരു സിംഗിൾ പേഴ്സൺ, പ്ലേസ്, ആനിമൽ, ഒബ്ജക്ട് എന്നിവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? എന്നിവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? സിംഗുലർ നൗൺ. അതായത് there is a little girl in front of our house. ഇവിടെ എന്താണ്? ഗേൾ. അതെന്താണ്? ഗേൾ എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആണ്. സോ ഗേൾ ആണ് ഇവിടെ എന്ത്? സിംഗുലർ നൗൺ. ദാറ്റ് ഈസ് മൈ ഡോട്ടർ. ഡോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ പേഴ്സൺ ആണ്. സോ ഡോട്ടർ ആണ് ഇവിടെ എന്ത്? സിംഗുലർ നൗൺ ആയിട്ട് വരുന്നത്. ഒരു എക്സാമ്പിളും കൂടെ നോക്കുവാണെങ്കിൽ ഐ ഫൗണ്ട് എ വൗണ്ടഡ് സ്പാരോ ഇൻ മൈ ബുഷ്. സ്പാരോ ഇൻ ദ ബുഷ്. ഇവിടെ സ്പാരോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ ബേർഡ് ആണ്. സ്പാരോസ് എന്നല്ല പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്? സ്പാരോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് സ്പാരോ എന്താണ്? ഒരു സിംഗിൾ ബേർഡ് ആണ്. അതുകൊണ്ട് അത് എന്താണ്? അതൊരു സിംഗുലർ നൗൺ ആണ്. ഒരു സിംഗിൾ പേഴ്സൺ, പ്ലേസ്, ആനിമൽ, ഒബ്ജക്ട് എന്നിവയെ സൂചിപ്പിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിംഗുലർ നൗൺ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പ്ലൂറൽ നൗൺ. എന്താണ് പ്ലൂറൽ നൗൺ? കുറച്ച് നമ്പർ ഓഫ് പീപ്പിൾ, പ്ലേസ്, ആനിമൽ ഓർ തിങ്ങിന് ഇതിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്ലൂറൽ നൗൺ എന്ന് പറയുന്നു. അതായത് സിംഗുലർ പോലെയല്ല, പക്ഷെ ഇവിടെ എന്താണ്? കുറച്ചധികം ഉണ്ടാവും. അതിനെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത് ഏതാണ്? ഈ എസ്, എസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനിക്കുന്നതാണ് ഇത്. അപ്പം ഐ നീഡ് സം മാംഗോസ്. എനിക്ക് ഒരു മാംഗോ അല്ല വേണ്ടത്, എനിക്ക് കുറച്ച് മാംഗോസ് വേണം. അതെന്താണ്? ഈ മാംഗോസ് എന്നുള്ളതാണ് എന്ത്? ഇവിടെ പ്ലൂറൽ നൗൺ. കാരണം ഒന്നല്ല, കുറച്ച്, ഒരു നമ്പർ ഓഫ് എന്താണ്? പീപ്പിൾ, പ്ലേസ്, ആനിമൽസ്, തിങ്സിനെയൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇവിടെ എക്സാമ്പിൾ വരുമ്പോൾ ഐ നീഡ് സം മാംഗോസ്. ഐ ബോട്ട് ആപ്പിൾസ് ഫ്രം ദ മാർക്കറ്റ്. എന്താണ്? ആപ്പിൾസ്. ആപ്പിൾ അല്ല, ആപ്പിൾസ്. മാംഗോ അല്ല, മാംഗോസ്. ഓക്കെ, ഒരു നമ്പർ ഓഫ് ഐറ്റംസിനെ സൂചിപ്പിക്കുന്നതാണ് പ്ലൂറൽ നൗൺസ്. സിംഗുലർ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടുള്ളത്, പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഓഫ് ഐറ്റംസ്, പ്ലേസ്, ആനിമൽസ്, തിങ്സ് അതിനെ യൂസ് ചെയ്യുക, പീപ്പിൾ അതിനെയൊക്കെ എന്താണ് സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കൗണ്ടബിൾ നൗൺ. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റുന്ന നൗൺസ് ആണ് ഇത് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടോം ബോട്ട് 10 പാക്കറ്റ്സ് ഓഫ് ലേസ് ഫോർ ദ ട്രിപ്പ്. ട്രിപ്പിന് വേണ്ടിയിട്ട് ടോം എന്ത് കൊണ്ടുവന്നു? 10 പാക്കറ്റ് ലേസ് കൊണ്ടുവന്നു. അപ്പൊ എന്താണ്? ഒരു സ്പെസിഫിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്ത്? 10. അപ്പൊ 10 പാക്കറ്റ്സ് ഓഫ് ലേസ്. ഈ 10 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് നമ്പർ ആണ്. അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന നൗൺസ് ആണ് എന്ത്? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. മോം ആസ്ക്ഡ് മീ ടു ബൈ എ ഡസൺ ഓഫ് എഗ്സ്. എന്താണ്? ഒരു ഡസൺ ഓഫ് എഗ്സ് കൊടുക്കുക. അതായത് ഡസൺ എന്ന് പറയുന്നതാണ് ഒരു സ്പെസിഫിക് നമ്പർ ആണ്. അപ്പൊ എന്താണ്? അല്ലെങ്കിൽ ഡസൺ മീൻസ് 12. അതായത് 12 എഗ്സ് വാങ്ങാനായിട്ട് അമ്മ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ അത് കൗണ്ട് ചെയ്യാൻ പറ്റും. എഗ്സ് എന്തോരാണ് വാങ്ങേണ്ടത്? ഒരു ഡസൺ ഓഫ് എഗ്സ് ആണ് വാങ്ങേണ്ടത്. പിന്നെയാണ് ഐ സോ എൻ എയറോപ്ലെയിൻ. ഞാനൊരു എയറോപ്ലെയിൻ കണ്ടു. ആൻ എ മീൻസ് എന്താണ്? 1. ഞാനൊരു എയറോപ്ലെയിൻ കണ്ടു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന നൗൺസിനെയാണ് എന്തെന്ന് പറയുന്നത്? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇനിയാണ് അൺകൗണ്ടബിൾ നൗൺസ്. അതെന്താണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ലാത്ത നൗൺസ് ആണ് എന്ത്? അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഐ ഹാവ് എ ലോട്ട് ഓഫ് ഹോംവർക്സ് ടു ഡു. അതായത് എനിക്ക് കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഒരു ഹോംവർക്ക് അല്ലെ, 2 അല്ലെങ്കിൽ 3, അങ്ങനെ നമ്മൾ ഇവിടെ എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് കുറെ
കുറച്ച് എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. അതെന്താണ്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള എന്താണ് നൗൺസ് ആണ് എന്ത് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഹോംവർക്സ് ടു ഡു എന്ന് പറയുന്നത് എന്താണ് ഈ അൺകൗണ്ടബിൾ നൗണിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്തതാണ് കളക്റ്റീവ് നൗൺസ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒബ്ജക്ട്, ആനിമൽ എന്നിവയെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഒരു പീപ്പിളിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു ഒബ്ജക്ട്, ആനിമൽ, ഇതിന്റെയൊക്കെ ഒരു ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് എന്ത് ഈ കളക്റ്റീവ് നൗൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ് എ പ്രൈഡ് ഓഫ് ലയൺസ്, എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്, പിന്നെ എന്താണ് എ പെയർ ഓഫ് ഷൂസ്. അങ്ങനെ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒബ്ജക്ട്, ആനിമൽ എന്നിവയെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൗൺസ് ആണ് എന്ത് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോൺക്രീറ്റ് നൗൺസ്. എന്താണ് ഈ കോൺക്രീറ്റ് നൗൺസ്? അതായത് നമുക്ക് കേൾക്കാനും കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഒരു ഭൗതിക വസ്തുക്കൾ, അതായത് ഈ ബുക്ക് നമുക്ക് തൊടാൻ പറ്റും, ടേബിളിനെ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വസ്തുക്കളെയാണ് എന്തെന്ന് പറയുന്നത് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഇവിടെ കോൺക്രീറ്റ് നൗൺസ് ഏതൊക്കെയാണ്? ബുക്കും ടേബിളും. ഐ ഹാഡ് എ കപ്പ് ഓഫ് കോഫി. ഇവിടെ എന്താണ് കോൺക്രീറ്റ് നൗൺസ്? കപ്പും കോഫിയും. ഓക്കെ, അങ്ങനെയുള്ള നൗൺസ് ആണ് എന്ത് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 9ാമത്തെ നൗൺ ആണ് അബ്സ്ട്രാക്ട് നൗൺ. എന്താണ് ഈ അബ്സ്ട്രാക്ട് നൗൺ? അതായത് നമുക്ക് തൊടാനോ കാണാനോ കേൾക്കാനോ പറ്റത്തില്ലാത്ത ആശയങ്ങളാണെന്ത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതായത് ലവ് ഈസ് എ സ്ട്രോങ് ഇമോഷൻ. ലവ് എന്താണ്? അതിനെ നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. കാണാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരു നൗണിനെയാണ് എന്തെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോണസ്റ്റി നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ കറേജ്, ഫ്രീഡം, ഇതിനെയൊക്കെ എന്താണ്? ഇതിനെ നമുക്ക് തൊടാനോ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള നൗൺസിനാണ് എന്ന് പറയുന്നത് നമുക്ക് തൊടാനോ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത നൗൺസിനാണ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. ഇനി 10ാമതായിട്ടാണ് കോമ്പൗണ്ട് നൗൺസ്. അതായത് ഒരു 2 അതിലധികമോ വാക്കുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു പ്രത്യേക അർത്ഥമുള്ള പുതിയ നാമം സൃഷ്ടിക്കുന്നതിലൂടെ രൂപപ്പെടുന്ന നൗൺ ആണ് ഏത് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. അത്രയൊന്നും പഠിച്ചു വെക്കേണ്ട, അതിന്റെ എക്സാമ്പിൾ പഠിച്ചാൽ മതി. എക്സാമ്പിൾ പറയാം, സ്മാർട്ട് ഫോൺ, ലോങ് ടേം. അതായത് 2 വാക്കുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഒരു പുതിയൊരു വാക്ക് സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള നൗൺ ആണ് എന്ത് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോനൗൺ. എന്താണ് പ്രോനൗൺ? അതിനു മുന്നേ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. അനു ഈസ് എ ഡിസൈനർ. അനു ഒരു ഡിസൈനർ ആണ്. അനു ഈസ് വെരി ക്രിയേറ്റീവ്. അനു എന്താണ്? അനു നല്ല ക്രിയേറ്റീവ് ആണ്. അപ്പൊ അതിന് നമുക്ക് പ്രോനൗൺ യൂസ് ചെയ്ത് പറയുവാണെങ്കിൽ അനു ഈസ് എ ഡിസൈനർ, ഷീ ഈസ് വെരി ക്രിയേറ്റീവ്. ഇവിടെ അനുവിന് പകരം യൂസ് ചെയ്ത ഷീ ആണ് എന്ത് പ്രോനൗൺ ആയിട്ട് വരുന്നത്. അതായത് നാമത്തിന്, അതായത് നൗൺസിന് പകരം യൂസ് ചെയ്യുന്ന വാക്കുകളാണ് എന്ത് ഉപയോഗിക്കാവുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. പ്രോനൗൺസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ഉണ്ട്. നമുക്ക് നോക്കാം. സബ്ജക്ട് പ്രോനൗൺസ്. എന്താണ് സബ്ജക്ട് പ്രോനൗൺസ്? ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അനു റോട്ട് എ ലെറ്റർ. ഇവിടെ അനു എന്ന് പറയുന്നത് എന്താണ്? കർത്താവ്, അതായത് സബ്ജക്റ്റ് ആണ് അനു. ഷീ റോട്ട് എ ലെറ്റർ. നമ്മൾ അത് പ്രോനൗൺ യൂസ് വെച്ചിട്ട് എന്ന് പറയുന്നു ഷീ റോട്ട് എ ലെറ്റർ. ഷീ ആരാണ്? ഷീ ആണ് ഇവിടെ കർത്താവ്. അപ്പം സബ്ജക്റ്റിന് പകരം നമ്മൾ എന്ത് ചെയ്തു? അനു എന്ന് യൂസ് ചെയ്തു, ഷീ എന്ന് യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന വാക്കാണ് എന്ത് പ്രോനൗൺസിനാണ് എന്തെന്ന് പറയുന്നത് സബ്ജക്ട് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന് പകരം പ്രോനൗൺ യൂസ് ചെയ്യുന്നെങ്കിൽ അതാണ് എന്ത് സബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സെയിം ആണ് എന്ത് ഒബ്ജക്ട് പ്രോനൗൺ എന്നും പറയുന്നത്. ഒബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുന്നത് സെയിം. ഓക്കെ, സബ്ജക്ട് പ്രോനൗൺ എക്സാമ്പിൾ പറയാം. എന്താണ്? ഐ, യു, വി, ഷീ, ഹി, ഇറ്റ്, ഇതൊക്കെയാണ് എന്ത് സബ്ജക്ട് പ്രോനൗൺസിന് എക്സാമ്പിൾ വരുന്നത്. ഇനി ഒബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റിന് പകരം നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് ഒബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുന്നത്. സബ്ജക്ട് പ്രോനൗൺ എന്താണ്? സബ്ജക്റ്റിന് പകരം ഒരു സെന്റൻസിൽ പ്രോനൗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് സബ്ജക്ട് പ്രോനൗൺ. ഇനി ഒബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന് പകരം ഒരു സെന്റൻസിൽ നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് ഒബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഈ സബ്ജക്ട് പ്രോനൗണും ഒബ്ജക്ട് പ്രോനൗണും കമ്പൈൻ ചെയ്യുന്നതാണ്. ഐ, യു, വി, ഷീ, വി, ദേ, ഹിം, ഹർ, ഹി, ഷീ, അസ്, ഇതൊക്കെ എന്താണ് പേഴ്സണൽ പ്രോനൗൺസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. അതെന്താണ്? അതായത് സംവെയർ, സംബഡി, സംവൺ, എനിബഡി, എനിവെയർ, എനിത്തിങ്, എവ്രിവെയർ, എവ്രിബഡി, എവ്രിതിങ്, ഇങ്ങനെയുള്ള
വാക്കുകളാണ് എന്ത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചാൽ മതി. സംബഡി, സംവെയർ, സംതിങ്, എനിബഡി, എനിവേർ, എനിത്തിങ്, എവ്രിബഡി, എവ്രിവെയർ, എവ്രിതിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാക്കുകളാണ് എന്ത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. സീരിയസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അടുത്തതാണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ്. അതെന്താണ്, നമ്മൾ ചോദ്യം ചോദിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോനൗൺസ് ആണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഹു, വാട്ട്, വെൻ, വെയർ, വൈ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിന് എക്സാമ്പിൾ. അതായത് ചോദ്യം ചോദിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോനൗൺസ് ആണ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ്. അത്ര ഓർത്ത് വെച്ചാൽ മതി. അടുത്തതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയും ഇവ, അവ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് പ്രോനൗൺസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. എക്സാമ്പിൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, അതൊക്കെയാണ് എന്ത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസിന് എക്സാമ്പിൾ വരുന്നത്. ഇനി അടുത്തതാണ് റിഫ്ലക്സീവ് പ്രോനൗൺസ്. അതെന്താണ് ഹെർസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, വൺ സെൽഫ്, ഇറ്റ് സെൽഫ്, ഇതൊക്കെയാണ് എന്ത് റിഫ്ലക്സീവ് പ്രോനൗൺസിന് എക്സാമ്പിൾ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഉള്ളതാണ് എന്ത് റിലേറ്റീവ് പ്രോനൗൺ. അതായത് റിലേറ്റീവ് പ്രോനൗൺസ് ആർ പ്രോനൗൺസ് ദാറ്റ് ആർ യൂസ്ഡ് ടു റിലേറ്റ് വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ് ടു അനദർ. അതായത് ഒരു സെന്റൻസിൽ ഒരു പാർട്ടിനെ അനദർ പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് എന്താണ് വിച്ച്, ദാറ്റ്, വെയർ, വെൻ, ഇതൊക്കെയാണ് എന്ത് റിലേറ്റീവ് പ്രോനൗൺസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തതാണ് പൊസസീവ് പ്രോനൗൺസ്. അതെന്താണ് പൊസിഷൻ കാണിക്കാനായിട്ട്, ഓക്കെ, ഉടമസ്ഥത കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് പൊസസീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ പെൻ, ഇത് എന്റെ പേനയാണ്. അപ്പൊ എന്താണ് മൈൻ. ദിസ് ഈസ് മൈ, ഇത് എന്റെ, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അതുപോലെ ദിസ് ഈസ് മൈ, ഇത് എന്റെ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഇത് എന്റെ ഉടമസ്ഥതയിലുള്ള സാധനമാണെന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് മൈൻ, യുവേഴ്സ്, ഹിസ്, ദെയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് പഠിച്ചു. റിലേറ്റീവ് പ്രൊനൗൺസ്, പൊസസീവ് പ്രൊനൗൺസ്, റിഫ്ലെക്സീവ് പ്രൊനൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, പേഴ്സണൽ പ്രൊനൗൺസ്, സബ്ജക്ട് പ്രൊനൗൺസ് ആൻഡ് ഒബ്ജക്ട് പ്രൊനൗൺസ്. ഓക്കെ, അപ്പൊ അത് അത്രയും പഠിച്ചു. ഇനി അടുത്തതാണ് വെർബ്. എന്താണ് വെർബ്സ്? A verb is a word that expresses an action, state of being, an occurrence in a sentence. ഒരു സെന്റൻസിലെ ഒരു ആക്ഷൻ, സ്റ്റേറ്റ് ഓഫ് ബീങ് അല്ലെങ്കിൽ ഒരു ഒക്യൂറൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്രസ് ചെയ്യുന്ന വേർഡിനെയാണ് എന്തെന്ന് പറയുന്നത് വെർബ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ് വെർബിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് നോക്കണ്ട. പിന്നെ ഉള്ളതാണ് കുറച്ച് ടൈപ്സ് ഓഫ് വെർബ്സ് ആണ്, അത് നമുക്ക് നോക്കാം. ആക്ഷൻ വെർബ്സ്, അതായത് വെർബ്സ് റെഫറിങ് ടു ആക്ഷൻ. എന്താണ് ഒരു ആക്ഷനെ റെഫർ ചെയ്യുന്ന വെർബ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ഡ്രിങ്ക്, വാക്ക്, റൺ, ടോക്ക്, സിറ്റ്, റീഡ്, റൈറ്റ്, ഇതൊക്കെ എന്താണ് ആക്ഷൻ വെർബ്സിന് എക്സാമ്പിൾ ആണ്. അടുത്തതാണ് വെർബ്സ് റെഫറിങ് ടു എക്സ്പീരിയൻസ് ഓർ ഫീലിംഗ്. ഒരു എക്സ്പീരിയൻസ് അല്ലെ ഫീലിംഗിനെ റെഫർ ചെയ്യുന്ന വെർബ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾ ഏതാണ് ഹേറ്റ്, ബിലീവ്, ട്രസ്റ്റ്, ഫീൽ, ഇതൊക്കെ എന്താണ് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫീലിംഗ് ആണ്. അതിനെ റെഫർ ചെയ്യുന്ന വേർബ്സിനാണ് എന്തെന്ന് പറയുന്നത് വേർബ്സ് റെഫറിങ് ടു എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ആൻസേഴ്സ് മീൻസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞു തരുന്നത്. ഹേറ്റ്, ബിലീവ്, ഇതൊക്കെ എന്താണ് വെർബ് റെഫറിങ് ടു ആൻ എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ് ഇതിൽ വരുന്ന വേർബ്സ് ആണ്, വേർഡ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് വെർബ്സ് റെഫറിങ് ടു എ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ. ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്സിനെയാണ് വെർബ്സ് റെഫറിങ് ടു എ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വേർബ്സ് എന്താണ് ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, വിൽ ബി എന്നൊക്കെ പറയുന്നത് എന്താണ് വെർബ്സ് റെഫറിങ് ടു എ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ, സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ്ങിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് ഇത്. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഇനി ടൈപ്സ് ഓഫ് വേർബ്സ് ആണ്. എന്തുണ്ട് ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്. അതായത് ഒരു വേർഡിനെ അല്ല ഒരു കാര്യത്തിനെ മീനിങ് ഫുൾ ആക്കാനായിട്ട് നമ്മൾ ഒരു വെർബിന്റെ കൂടുതൽ ഒരു അനദർ വെർബ് ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുന്നത് ആം, ഈസ്, ആർ, വാസ്, വെയർ എന്നുള്ളതൊക്കെയാണ് എന്ത് ഈ ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തതാണ് മോഡൽ വേർബ്സ്. മോഡൽ വേർബ്സ് എന്താണ് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ
ഇതിന്റെ പോസിബിലിറ്റി, പ്രോബബിലിറ്റി, കാപ്പബിലിറ്റി, നെസസിറ്റി ഇതിനെയൊക്കെ എന്ത് ചെയ്യാനായിട്ട് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇത് മോഡൽ വെർബ്സ് എന്ന് പറയുന്നത്. ക്യാൻ, കുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, ഷുഡ്, മസ്റ്റ്, ഓട്ട് ടു ഇതൊക്കെയാണ് എന്ത് മോഡൽ വെർബ്സിന് എക്സാമ്പിൾസ്. എന്താണ് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ പോസിബിലിറ്റി, നെസസിറ്റി, കാപ്പബിലിറ്റി, പ്രോബബിലിറ്റിനെ കുറിച്ച് കാണിക്കാനായിട്ട് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് എന്ത് ഈ മോഡൽ വെർബ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സ് ഇൻക്ലൂഡ് ഫ്രേസസ് ദാറ്റ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് 2 or more പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് രണ്ടോ അതിലധികമോ പാർട്സ് ഓഫ് സ്പീച്ചിനെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ വരുന്ന ഫ്രേസസ് അങ്ങനെയുള്ള വേർബ്സ് ആണ് ഇത് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. ഫ്രേസൽ വെർബ്സ് ഇൻക്ലൂഡ് ഫ്രേസസ് ദാറ്റ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് 2 or more പാർട്സ് ഓഫ് സ്പീച്ച്. രണ്ടോ അതിലധികമോ പാർട്സ് ഓഫ് സ്പീച്ചിനെ കമ്പൈൻ ചെയ്ത് കൊണ്ട് ഫോം ആവുന്ന ഫ്രേസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേർബ്സ് ആണ് എന്ത് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ബാക്കപ്പ്, ലുക്കപ്പ്, ആക്ട് ഓൺ, ഗെറ്റ് ഓഫ്, റൺ ഔട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ഫ്രേസൽ വെർബ്സിന് എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഉള്ളതാണ് ലിങ്കിങ് വെർബ്സ്. എന്താണ് ഈ ലിങ്കിങ് വെർബ്സ്? ഇസ് എ ടൈപ്പ് ഓഫ് വെർബ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡു ലിങ്ക് ദ സബ്ജക്ട് ഇൻ എ സെന്റൻസ് ടു ദ അതർ പാർട്ട് ഓഫ് ദ സെന്റൻസ് സോ ദാറ്റ് ഇറ്റ് ഈസ് മീനിങ് അതായത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ അതർ പാർട്ട് ഓഫ് ദ സെന്റൻസുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ് എന്ത് ലിങ്കിങ് വേർബ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അലൻ ഈസ് മൈ ബ്രദർ. ഇവിടെ ഈസ് യൂസ് ചെയ്യുന്നുണ്ട്. അലൻ മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ അതിലൊരു മീനിങ് ഇല്ലാതെ വരും. അലൻ ഈസ് മൈ ബ്രദർ എന്ന് പറയുന്നുണ്ട്. ആ ഈസ് ആണ് എന്ത് ഇവിടെ ലിങ്കിങ് വേർബ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യമാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് വെർബ്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. V1, V2, V3, V4 ആൻഡ് V5. 5 ഫോംസ് ഓഫ് വെർബ് ആണുള്ളത്. V1, V2, V3, V4 ആൻഡ് V5. V1 എന്താണ്? ദ ബേസ് ഫോം ഓഫ് ദ വെർബ്. ഏതാണ് ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത്? അതാണ് V1. ഇനി V2 ആണെന്ത്? V2 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ പാസ്റ്റ് ആക്ഷൻസ്. പാസ്റ്റ് ആക്ഷൻസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെർബ് ആണ് ഇത് V2 എന്ന് പറയുന്നത്. ഇനി V3 എന്താണ്? യൂസ്ഡ് ഫോർ പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ടെൻസിന് യൂസ് ചെയ്യുന്നതാണ് ഇത് V3 എന്ന് പറയുന്നത്. V4 എന്താണ്? ഷോസ് ഓൺഗോയിങ് ആക്ഷൻസ്. ഓൺഗോയിങ് ആക്ഷൻസ് കാണിക്കുന്ന ഏതാണ്? V4 ആണ്. പിന്നെന്താണ്? V5 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ തേർഡ് പേഴ്സൺ സിംഗുലർ ഇൻ ദ പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പം ഡിഫറെന്റ് ഫോംസ് ഓഫ് വെർബ് ഓർത്ത് വെക്കുക. V1, V2, V3, V4 ആൻഡ് V5. V1 എന്തിനാണ്? ദ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് V1. V2 എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ പാസ്റ്റ് ആക്ഷൻസ്. V3 എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ പെർഫെക്റ്റ് ടെൻസ്. V4 ഷോസ് ഓൺഗോയിങ് ആക്ഷൻസ്. V5 യൂസ്ഡ് ഫോർ തേർഡ് പേഴ്സൺ സിംഗുലർ ഇൻ ദ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അടുത്താണ് അഡ്വേർബ്. Adverbs are words that are used to provide more information about verbs. Verbsനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അഡ്വേർബ്സ് ഓഫൺ എൻഡ് വിത്ത് ly വെച്ചിട്ട് അഡ്വേർബ്സ് ഓഫൺ എന്ത് ചെയ്യാൻ പറ്റും? എൻഡ് ചെയ്യുന്നുണ്ട്. ഓഫൺ ആയിട്ട് എന്ത് ചെയ്യും? എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ly വെച്ചിട്ടാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഡ്ലി, ഫോർച്ചുനേറ്റ്ലി അതൊക്കെ എന്താണ് ഈ ly വെച്ച് എൻഡ് ചെയ്യുന്ന അഡ്വേർബ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ടൈപ്സ് ഓഫ് അഡ്വേർബ്സ്. അഡ്വേർബ്സ് ഓഫ് ടൈം ഉണ്ട്, അഡ്വേർബ്സ് ഓഫ് മാനർ ഉണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. അഡ്വേർബ്സ് ഓഫ് ടൈം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഓഫ് വെൻ ആൻ ആക്ഷൻ ടേക്ക് പ്ലേസ്. എപ്പോഴാണ് ഒരു ആക്ഷൻ നടന്നെന്ന് ആ ഒരു ടൈം പറയാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി റീസെന്റ് മൂവ്ഡ് ഇൻ ടു എ ഹൗസ്. റീസെന്റ് അവിടെ എന്താണ് ഈ റീസെന്റ് ആണ് എന്ത് അഡ്വേർബ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇനി അഡ്വേർബ്സ് ഓഫ് മാനർ എന്താണ്? ഒരു സെന്റൻസിലെ സബ്ജക്ട്, ഒബ്ജക്ട് അല്ലെങ്കിൽ ആക്ഷൻ, ക്വാളിറ്റിനെ കുറിച്ച് എന്താണ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വേർബ്സ് ആണ് എന്ത് അഡ്വേർബ്സ് ഓഫ് മാനർ എന്ന് പറയുന്നത്. ഇനി അഡ്വേർബ്സ് ഓഫ് പ്ലേസ്. പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്ലേസ് വേർ ആൻ ആക്ഷൻ ടേക്ക് പ്ലേസ്. ഒരു ആക്ഷൻ നടന്ന് പ്ലേസിനെ കുറിച്ച് ഇൻഫോർമേഷൻ കൊടുക്കുന്നതാണ് എന്ത് അഡ്വേർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. ഇനി അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി, അതായത് ഇൻഡിക്കേറ്റ് ഹൗ ഓഫൺ ആൻ ആക്ഷൻ ഹാപ്പൻ. എപ്പോഴൊക്കെയാണ് നടന്നിരുന്നത്? എക്സാമ്പിൾ ഓൾവേസ്, സംടൈംസ്, ഫ്രീക്വന്റ്ലി, യൂഷ്വലി, റെയർലി. നമ്മൾ ഈ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ എന്താണ് ആ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളതാണ് അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി. അതായത് എക്സ്പ്രസ് ഡിഗ്രീസ് ഓഫ് ക്വാളിറ്റീസ്, പ്രോപ്പർട്ടീസ്, സ്റ്റേറ്റ്, കണ്ടീഷൻസ്, റിലേഷൻസ്. അത് തന്നെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ റിലേഷൻസ്, കണ്ടീഷൻസ്, സ്റ്റേറ്റ്, പ്രോപ്പർട്ടീസ്, ക്വാളിറ്റീസ് ഒക്കെ കാണിക്കാനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്നതാണ് എന്ത് അഡ്വേർബ്സ്.
പിന്നെ എന്താണ് കൺജക്റ്റീവ് അഡ്വേർബ്സ് ഉണ്ട്, ഫോക്കസിങ് അഡ്വേർബ്സ് ഉണ്ട്. ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അഡ്വേർബ്സ് ഓഫ് ടൈമിന് എക്സാമ്പിൾ ആണ് യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ എന്നൊക്കെ പറയുന്നത്, ടുമോറോ എന്നൊക്കെ പറയുന്നത്. ഇനി അഡ്വേർബ്സ് ഓഫ് ഡ്യൂറേഷൻ എക്സാമ്പിൾ ആണ് ടെമ്പററി, ഫോർ അവർ, ഷോർട്ട്ലി എന്നൊക്കെ പറയുന്നത്. അതർ അഡ്വേർബ്സ് ആണ് എന്ത്, കുറച്ച് കോമൺ അഡ്വേർബ്സ് ഏതാണ്, റിയലി, വെരി, വെൽ, ബാഡ്ലി, സംടൈംസ്, ഓഫൺ, റിയർലി, ഏർലി, ലേറ്റ്, സൂൺ, ഹിയർ, ദെയർ, എവ്രിവെയർ എന്നൊക്കെ പറയുന്നത് എന്താണ്, കുറച്ച് അഡ്വേർബ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി അഡ്വേർബ്സ് എൻഡിങ് ബൈ LY അതേതാണ്, അമേസിംഗ്ലി, ബ്യൂട്ടിഫുള്ളി, കെയർഫുള്ളി, ഡാർക്ക്ലി, ഈഗർലി എന്നൊക്കെ പറയുന്നത് എന്താണ്, അഡ്വേർബ്സ് എൻഡിങ് ഇൻ LY അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സീരിയസ് എക്സാമിന് ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. OT ഒക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഒരു 80 അബോ എന്തിനേയും മേടിക്കുക, ഇംഗ്ലീഷിന് വാങ്ങാനായിട്ട് നോക്കുക. ഇംഗ്ലീഷ് എളുപ്പമാണ്, സോ പഠിക്കാൻ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നോട്ട്സ് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടേക്കാം. അതിൽ എന്ത് ചെയ്യുക, എന്നിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താലും മതി. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.